ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. വൃക്കകളെ ബാധിച്ച അണുബാധ ഭേദപ്പെട്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും മെച്ചപ്പെട്ടതായി CT സ്കാൻ റിപ്പോർട്ട് പറയുന്നു. ഫെബ്രുവരി 14-നാണ് ന്യൂമോണിയ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ പാപ്പയെ പ്രവേശിപ്പിച്ചത്. സാധാരണക്കാർ ഉൾപ്പെടുന്ന സൗഹൃദ വലയമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യത്യസ്തനാക്കുന്നത്. പ്രിയപ്പെട്ട പാപ്പ ആരോഗ്യവാനായി തിരിച്ചുവരാൻ ലോകത്തോടൊപ്പം പ്രാർത്ഥനയോടെ കാത്തിരിപ്പിലാണ് റോമിലെ തയ്യൽ തൊഴിലാളികൾ മുതൽ ഐസ്ക്രീം കച്ചവടക്കാർ വരെ. മാർപ്പാപ്പയുടെ വിശുദ്ധ വസ്ത്രങ്ങൾ തുന്നുന്ന റാനിയറോ മാൻസിനെല്ലി, ഐസ്ക്രീം വ്യാപാരി സെബാസ്റ്റ്യൻ പാർദോ, റോമിലെ ഹിസ്റ്റോറിക് സെന്ററിലെ കണ്ണട വ്യാപാരി, ഇവരെല്ലാം കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട പാപ്പയെ. സാധാരണ വസ്ത്രധാരണ രീതി, എളിമയുള്ള ജീവിതശൈലി, ആഡംബരത്തോടുള്ള വെറുപ്പ്, ഇതെല്ലാമാണ് ഫ്രാൻസിസ് പാപ്പയെ വ്യത്യസ്തനാക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നെയ്ത്തുകാരൻ. മാർപ്പാപ്പയുമൊത്തുള്ള അനുഭവങ്ങൾ റനീറോ മാൻസിനെല്ലി നെയ്തെടുക്കുന്നത് ഇങ്ങനെ. Giovanni Paolo II, San Giovanni Paolo II. ഐസ്ക്രീം രുചികളിലുമുണ്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇഷ്ടങ്ങൾ. കോവിഡ് കാലത്തിന് ശേഷം ഫ്രാൻസിസ് പാപ്പ ക്ഷണിച്ചതും കുടുംബവുമൊത്ത് പോയി കണ്ടതും ഓർക്കുന്നു പാപ്പയുടെ സ്വന്തം ഐസ്ക്രീം മേക്കർ. 2022-ലെ സാധാരണക്കാരെ പോലെ കണ്ണടക്കടയിലെത്തിയ ഫ്രാൻസിസ് പാപ്പയെ കാണാൻ വിനോദസഞ്ചാരികൾ തടിച്ചുകൂടിയതടക്കം ഇവർക്ക് പറയാൻ സ്നേഹവായ്പിന്റെ ഫ്രാൻസിസ് അനുഭവങ്ങൾ നിരവധി. പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി ഇവരും കാത്തിരിക്കുകയാണ് രോഗത്തെ തോൽപ്പിച്ച് മടങ്ങിയെത്തുന്ന പാപ്പയെ. ന്യൂസ് ഡെസ്ക്, News 18.